കഴിഞ്ഞ 2 വർഷമായി US-ലെ മിനസോട്ടയിലുള്ള ഒരു ഗർഭചിത്ര ക്ലിനിക്കിന് പുറത്ത് ഒരു അത്ഭുത കാഴ്ച കാണാം. ഇരട്ടക്കുട്ടികളായ ക്ലെയറും കാതറിനുമാണ് ആ അത്ഭുതം. 21 വയസ്സുള്ള അവർ എന്തിന് ഈ ക്ലിനിക്കിന് മുൻപിൽ നിൽക്കുന്നു എന്ന് ചിലരെങ്കിലും ചോദിക്കുന്ന ചോദ്യമാണ്. അതിനുള്ള ഉത്തരവും അവർ പറയും. അവരുടെ ജീവിതം ദൈവത്തിൻ്റെ അതുല്യ സമ്മാനമാണെന്ന് ആ ഗർഭചിത്ര ക്ലിനിക്കിലെ ജീവനക്കാരെയും അവിടേക്ക് എത്തുന്നവരെയും വളരെ സമാധാനപരമായി അറിയിക്കുക എന്ന ലക്ഷ്യം മാത്രമേ ഇവർക്കുള്ളൂ. ലാഭേച്ഛയില്ലാതെ പ്രവർത്തിക്കുന്ന ഒരു പ്രോലൈഫ് സംഘടനയുടെ ഭാഗമായിട്ടാണ് ഈ ഇരട്ടക്കുട്ടികൾ പ്രവർത്തിക്കുന്നത്. സാധാരണയായി ആഴ്ചയിൽ അബോർഷൻ ചെയ്യാനായി എത്തുന്ന 3 പേരെയെങ്കിലും ഈ സഹോദരങ്ങൾ ഉപദേശിക്കാറുണ്ട്. മിനസോട്ടയിലെ വെസ്റ്റ് സെൻറ്റ് പോളിൽ 8 പെൺമക്കൾ ഉൾപ്പെടെ 10 കുട്ടികളുള്ള ഒരു കുടുംബത്തിൽ വളർന്ന സഹോദരിമാർ ചെറുപ്രായത്തിൽ തന്നെ ഒരു പ്രോലൈഫ് പ്രവർത്തകരായത് എങ്ങനെയാണ് എന്ന ചോദ്യം പ്രസക്തമാണ്. അവരുടെ മാതാപിതാക്കളുടെ പിന്തുണ തന്നെയാണ് ഈ പ്രവർത്തനത്തിനായുള്ള അവരുടെ ഊർജം. എന്നാൽ അവർ ഇത്രയും ആത്മാർത്ഥതയോടെയും താല്പര്യത്തോടെയും ഈ ശുശ്രൂഷകളിൽ ഏർപ്പെടുന്നതിൻ്റെ കാരണമായി ഒരു സംഭവം കൂടി ചേർത്ത് വയ്ക്കാം. കാതറിനും ക്ലെയറും അമ്മയായ ട്രേസി ക്രച്ചിൻ്റെ ഉദരത്തിലായിരിക്കുന്ന അവസരത്തിൽ ട്വിൻ ട്രാൻസ്ഫ്യൂഷൻ എന്ന രോഗാവസ്ഥയിലൂടെ മാതാവ് കടന്നുപോയിരുന്നു. എന്നാൽ ദൈവം അവിടെ ഡോക്ടർമാരിലൂടെ പ്രവർത്തിച്ചതിൻ്റെ ഫലമായി ഒരു ലേസർ ശസ്ത്രക്രിയ നടത്തുകയും ചെയ്തു. ആ ഇടപെടൽ ദൈവം നടത്തിയില്ലായിരുന്നുവെങ്കിൽ അവരിൽ ഒരാളോ അല്ലെങ്കിൽ 2 പേരോ മരിച്ചു പോകുമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവർ വലുതായപ്പോൾ തങ്ങളുടെ ജീവൻ ദൈവത്തിൻ്റെ അമൂല്യമായ സമ്മാനമാണെന്ന് മറ്റുള്ളവർക്ക് മുൻപിൽ സാക്ഷ്യപ്പെടുത്തുന്നതും.